ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൾച്ചർ കഫേയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോഴത്തേ നമുക്ക് കുറച്ച് വർഷം പിന്നോട്ട് പോവാം. എത്ര വർഷം എന്നല്ല, ഏതാണ്ട് ഒരു 2 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട്. ഇതിൽ സായിമോനെ കണ്ടാൽ അറിയാം, അവൻ വളരെ ചെറുതാണ്. എനിക്ക് തോന്നുന്നു ഒരു 9 മാസം 10 മാസം പ്രായം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങളുടെ കയ്യിലൊരു വീഡിയോ സ്റ്റെബിലൈസർ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ വെറുതെ അത് വെച്ചിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി വെറുതെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പഴയ വീഡിയോസ് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നന്നായിട്ടുണ്ട്. കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു പഴയ വീഡിയോ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കൾച്ചർ കഫേയിൽ ഈ ഒരു ഗാർഡൻ ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങളുടെ ചെന്നൈയിലെ വീട്ടിൻ്റെ ചുറ്റുമുള്ള ഗാർഡൻ ഏരിയ ആണ്. നമ്മുടെ ഒരു കുഞ്ഞു പറമ്പ് എന്നൊക്കെ പറയാം. എനിക്ക് പൊതുവെ നമ്മുടെ ഈ ചെന്നൈയിലെ ക്ലൈമറ്റും കാര്യങ്ങളൊന്നും അത്ര താല്പര്യമല്ല. കാരണം നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പം ചൂടായിട്ട് തോന്നും. പിന്നെ പുറത്തിറങ്ങിയാൽ പൊടി, പിന്നെ ട്രാഫിക്, ഇതെല്ലാം വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള എനിക്ക് പോലും ഈ ഒരു വീട്ടിൻ്റെ ചുറ്റുപാടൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ട്, ഭയങ്കര രസമാണ്. ഒരു നാട്ടിൻ്റെ ഒരു പ്രതീതി ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ വീടും വീടിൻ്റെ പരിസരവും. അപ്പോൾ ദേ നമ്മുടെ വീടിൻ്റെ താഴത്തെ തട്ടാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ ഫസ്റ്റ് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു പേരയുടെ മരമുണ്ട്. അതിൽ അത്യാവശ്യം നല്ല വലിയ പേരയ്ക്ക് ഉണ്ടാകുന്ന ഒരു പേരമരമുണ്ട്. അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറേ വാഴ കണ്ടില്ലേ, ഇവിടെ ഉണ്ടാവുന്ന ഒരു തരം കർപ്പൂരവല്ലി എന്ന് പറയുന്നൊരു ഇനം വാഴയാട്ടോ അത്. അതിൻ്റെ തൊലി, ഈ വാഴപ്പഴത്തിൻ്റെ തൊലിയുടെ മുകളിലായിട്ട് എന്താ പറയുക, ചെറിയൊരു ഡസ്റ്റി ഒരു ടെക്സ്ചർ ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം മേ ബി കർപ്പൂരവല്ലി അങ്ങനെ എന്തോ ആണ് ഇത് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീതാപ്പഴം കണ്ടു. പിന്നെ ദേ ഇപ്പോൾ വന്ന് നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് 2 മൂട് മൾബറി നിൽപ്പുണ്ട് നമ്മുടെ മതിലിനോട് ചേർന്നിട്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം നന്നായിട്ട് മൾബറിയൊക്കെ ഉണ്ടാവും. ഒൺലി തിങ് ചിലപ്പോഴൊക്കെ അതിങ്ങനെ ഫുൾ അങ്ങ് റോഡിൻ്റെ സൈഡിലോട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ കൂടുതലും വെളിയിൽ നിന്ന് പറിക്കാൻ എളുപ്പത്തിനായിരിക്കും നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അവിടുത്തെ ചില മരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു. ഫോർ എക്സാമ്പിൾ ഏതാണ്, നമ്മുടെ വാഴയെല്ലാം നമ്മൾ ഇപ്പം കുറച്ച് നാൾ മുമ്പ് ഫുൾ വെട്ടിക്കളഞ്ഞു. പിന്നെ എന്താണ്, സീതാപ്പഴവും വീണ്ടും അത് കിളിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ്. പിന്നെ ദേ ഈ കാണിക്കുന്നില്ലേ, അതാണ് നമ്മുടെ സപ്പോട്ടയായിരുന്നു കേട്ടോ. സപ്പോട്ടയിൽ ആവശ്യം പോലെ കാ വരുന്നുണ്ട്. പക്ഷേ ഉള്ളി തിങ് അതും നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് കയറി പറിക്കുന്ന കാര്യം ഭയങ്കര പാടാണ്. ഭയങ്കര കറയാണ് അതിന്. അതിൻ്റെ നമ്മുടെ പിച്ചുന്ന നേരത്ത് നമ്മുടെ മേത്തൊക്കെ വീണാലല്ലേ. ഇവിടെ നോർമലി പോകുന്നത് ശരത്താണ് അത് പിച്ചാൻ കയറുക. പിന്നെ അത് പറിച്ചിട്ടാലും നിലത്ത് വന്ന് വീഴുമ്പോഴത്തേക്കും അത് ചീത്തയായി പോകും. അപ്പം അങ്ങനെയൊക്കെ ഇത് കണ്ടോ, നമ്മുടെ വെളിയിലുള്ള ഒരു ചെറിയ പേരയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മണ്ടയിലോട്ട് പേരയ്ക്ക് ഇങ്ങനെ നിൽക്കും കണ്ടോ. അതിനകത്ത് കിളിയും എടുക്കും, ഞങ്ങളും എടുക്കും. കുറച്ച് പഴമൊക്കെ കിളി കൊണ്ടുപോകും, ബാക്കിയൊക്കെ നമ്മളെടുക്കും. ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ദേ അതാണ് നമ്മുടെ താഴെത്തട്ടിൽ. പിന്നെ എനിക്ക് പ്രിയപ്പെട്ട ഒരു സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ ദേ ഇപ്പോൾ കാണിച്ചു കേട്ടോ. നമുക്കവിടെ മുറ്റത്തോട് ചേർന്ന് തന്നെ ഒരു ഈ തെങ്ങ് കണ്ടോ, ചെന്തെങ്ങ് നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് പൊതുവേ ഞാനൊരു കരിക്ക് കൊതിച്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിക്ക് കുടിക്കാനൊക്കെ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ നാട്ടിലെങ്ങനെയാണ്, കരിക്ക് വേണമെങ്കിൽ ആ കരിക്ക് അടക്കാൻ ആളെ തപ്പി നടക്കണ്ടേ. ഇതിപ്പോൾ അത്ര വലിയ മരം അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് തോട്ടം വെച്ച് പിച്ചാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കുടിക്കാൻ തോന്നുമ്പോഴൊക്കെ എനിക്ക് ചെത്തി കുടിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ അതേ നമ്മൾ അവിടെ നിന്ന് ഇനി നേരെ പോകാൻ പോകുന്നത് വീട്ടിൻ്റെ മുകളിലേക്കാണ് കേട്ടോ. വീട്ടിൻ്റെ മണ്ടയിൽ പോകുമ്പോഴത്തേക്കും എന്താണ് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഒരു മരമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മരം അവിടെ ഇല്ല. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ കാണാൻ പോകുന്ന മരം ഞങ്ങൾക്ക് വെറും ഒരു ഓർമ്മയാണ്. ഇപ്പോൾ മരം ഭയങ്കര അവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഒരു ഓറഞ്ച്? യെസ്, ഓറഞ്ച് അല്ല സംഭവം, സാത്തുക്കുടി. അതായത് നമ്മുടെ മുസാമ്പി ഇല്ലേ, ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നത് മുസാമ്പി ഇപ്പോൾ ഉണ്ട്. പിന്നെ അത് ഈ കാണുന്നത് താഴെ ആയിട്ടുള്ള ഒരു മാവാണ് കേട്ടോ. ഇവിടെ ഏതാണ്ട് 4 ഇനം മാവുണ്ട്. അതിൻ്റെ പേര് ഞാൻ ബംഗ്രപ്പള്ളി, പിന്നെ എന്തൊക്കെയോ അൽഫോൻസ, മൽഗോവ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഏതൊക്കെയോ മാവിനങ്ങളുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ മൊട്ടമാടി അങ്ങനെയാണ് കേട്ടോ തമിഴിൽ പറയുക. ടെറസിൽ മൊട്ടമാടിയിൽ കയറി കഴിഞ്ഞാൽ ദേ കാണാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ ഈ ഒരു മുസാമ്പി മരം. ഇതിൽ നിറയെ കാ പിടിക്കും, നിറയെ കാ പിടിക്കുമായിരുന്നു. ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഈവനിങ് ഒക്കെ അവിടെ മേളിൽ പോയിരുന്നാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ നിറയെ കായ്ക്കളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര കൂടുതലല്ലേ. അതുപോലെ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത്
ഞാനിതൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ നമ്മൾ സിറ്റി സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അവരിങ്ങനെ ആശ്ചര്യത്തോടെ നോക്കും, ചെന്നൈയിൽ ഇതൊക്കെ കിട്ടുന്ന സ്ഥലമോ? യെസ്, ഞങ്ങളുടെ വീട്ടിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മരം മാത്രം നമ്മളിപ്പോൾ മുറിച്ച് മാറ്റിയെങ്കിലും നമുക്ക് താഴെ തട്ടിൽ ഒരു ചെറിയ മുസാമ്പി മരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനകത്ത് കായൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അതുകൊണ്ട് നമുക്കിപ്പോഴും മുസാമ്പിയൊക്കെ കിട്ടുന്നുണ്ട്. സായിക്ക് ഇഷ്ടവുമാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മളിതിങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്നത് നല്ലതല്ലേ. പുറത്തുനിന്ന് മേടിക്കുന്നതിനും കാട്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ സൈസ് എത്രയുണ്ടെന്ന്. കണ്ടോ, ഒരു ചെറിയ നമ്മുടെ ഈ കറിനാരങ്ങയുടെയൊക്കെ സൈസ് വരും സംഭവം. നിറയെ പിടിക്കുമായിരുന്നു. ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത് വെട്ടിക്കളഞ്ഞപ്പോൾ. പക്ഷേ ശരിക്കും പറയുന്നത് സത്യമല്ലേ, നമ്മുടെ സ്വർണ്ണം കായ്ക്കുന്ന മരമാണെങ്കിലും നമുക്ക് പുരയ്ക്കൊരു പ്രശ്നമായിട്ട് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെട്ടിക്കളയണം. അതുപോലെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് നമ്മളിത് വെട്ടിക്കളഞ്ഞത്. ഇവിടെ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല, കാരണം ജസ്റ്റ് നമ്മുടെ വീടിനോട് തൊട്ട് ചേർന്നിട്ടാണ് ഈ മരം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ മരം വെട്ടി മാറ്റി. ഇനി നമ്മൾ ടെറസിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് ശരത്തിൻ്റെ കുഞ്ഞയുടെ വീട്, അതായത് അമ്മയുടെ അനിയത്തിയുടെ വീടും കേട്ടോ. എന്ന് വെച്ചാൽ ഒരു കോമ്പൗണ്ടിൽ 2 വീട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ നിൽക്കുന്നതാണ് ജാക്ക്, ഞങ്ങളുടെ വീട്ടിലെ കാവൽക്കാർ. സോ അവ അവിടെ നമ്മുടെ പിറകെയൊക്കെ നടക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞയുടെ വീട്ടിലും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നിറയെ മാവുണ്ട്. പിന്നെ ഇപ്പോൾ വന്നിട്ട് പാഷൻ ഫ്രൂട്ടൊക്കെ വന്നിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടുണ്ട്, പിന്നെ ആത്തിച്ചൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് പതിയെ മേലോട്ട് പോകാം. അവിടെ എനിക്ക് ഈ സ്ഥലത്ത് കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് കിട്ടുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാവാണെന്നല്ല, മാവിൻ്റെ അപ്പുറത്തായിട്ട് വേറൊരു സംഭവം കൂടെ ഉണ്ട്. കണ്ടോ, കുഞ്ഞു ബൾബ് പോലെ നിൽക്കുന്നതാണ് നമ്മുടെ ചെറിയ ഓറഞ്ചാണ് കേട്ടോ. നല്ല അടിപൊളി പുളിയാണ്, കാണാൻ മാത്രമാണ് ഭംഗി. പിന്നെ നല്ല വാസനയാണ്. പക്ഷെ ഉള്ളിൽ ഇത് കഴിക്കാനേ പറ്റില്ല. ഭയങ്കര പുളിയെന്ന് വെച്ചാൽ എക്സ്ട്രീം എന്ന് നമുക്ക് പറയാം. അത്ര പുളിയുള്ള ആൾക്കാരാണ് ഈ കാണുന്നത്. ആൾക്കാരെ കണ്ടാൽ കുഞ്ഞന്മാരെ പോലെ ഇരിക്കുമെങ്കിലും ഭീകരമായിട്ടുള്ള പുളിയാണ്. അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതേ കണ്ടില്ലേ, നിറയെ പിടിക്കും അതിനകത്ത്. അപ്പോൾ ഓരോ വർഷവും നമ്മളിങ്ങനെ വിചാരിക്കും, ഓക്കെ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും കുറച്ചെങ്കിലും പുളി കുറഞ്ഞിരിക്കും. അങ്ങനെ പറയുമല്ലോ, നമ്മളിപ്പോൾ ഓറഞ്ചൊക്കെ നടുമ്പോഴത്തേക്കും ആദ്യ വർഷങ്ങളിൽ പുളി കൂടുതലായിരിക്കും, പിന്നീട് അതിന് സ്വീറ്റ്നെസ് വരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ ഒന്നും. ഞാനിവിടെ ഇപ്പോൾ വന്നിട്ട് ഏതാണ്ട് 6 കൊല്ലമായി. ഞാൻ ആദ്യം ആ സമയത്തൊക്കെ കഴിക്കുന്ന അതേ പുളി തന്നെ ഇപ്പോഴും ഉണ്ട്. ഇപ്പം നോക്കിക്കോണേ, നിങ്ങൾ കാണിച്ചു തരാനായിട്ട് ഞാനിവിടെ എൻ്റെ സായിക്കുട്ടന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുള്ളി നോക്കുകയാണ്. സായിക്ക് പൊതുവേ വന്നിട്ട് അവൻ ഇപ്പോഴായാലും അവൻ പുളി കഴിക്കും കേട്ടോ. അത്യാവശ്യം പുളിയൊക്കെ ഇഷ്ടമാണ് അവന്. അപ്പോൾ ഈ ഇതിനോട് ചേർന്ന് തന്നെ കുഞ്ഞയുടെ സ്ഥലത്ത് നാരങ്ങയും നിൽപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ സ്കിൻ കണ്ടോ, ഭയങ്കര തിന്നാണ്. നമുക്കങ്ങനെ ഈസി ആയിട്ട് അങ്ങനെ ഊരിയെടുക്കാനൊന്നും പറ്റത്തില്ല. അത്യാവശ്യം നല്ല തിന്നായിട്ട് അതിൻ്റെ ആ അല്ലിയോട് ചേർന്നിരിക്കും അതിൻ്റെ നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അരിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര വലിയ അരിയുമാണ്. ഇതേ നോക്കിക്കോണേ സായിയുടെ റിയാക്ഷൻ. അത് വെച്ച് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ പുളി എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഉപ്പാട് വരും. നമ്മൾ മറ്റൊരു രോഗം കാണും അത് വായിക്കാതിട്ടാൽ, അത്ര പുളിയാണ്. ഇതേ കണ്ടോ സായിക്കുട്ടൻ. എന്നാലും എനിക്ക് പിന്നെ അത് അവന് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധം തോന്നി. അപ്പോൾ അവൻ കൊച്ചിന് കൊടുത്തല്ലോ എന്ന്. ആ കുറ്റബോധത്തിൻ്റെ പേരിൽ ഞാൻ ബാക്കിയിരുന്ന എല്ലാം കൂടെ എടുത്ത് വായിക്കാത്തിട്ട് എൻ്റെ അപ്പാ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരവസ്ഥയാണത് കേട്ടോ. ഭയങ്കര പുളിയാണ്. ഒരു ദിവസം നമുക്ക് ഒരു ഇത് ചെയ്യാം കേട്ടോ, ചലഞ്ച് ചെയ്യാം. ഞാനും ശരത്തും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് മേലെ പോയി അത് ഒരു 5 എണ്ണം ആദ്യം ആര് കഴിക്കുന്നു എന്ന് നമുക്ക് നോക്കാം അല്ലേ. അങ്ങനെ എന്തെങ്കിലും ചലഞ്ചൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാവേ. പിന്നെ ഇത് വെച്ചിട്ട് എന്തെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്ക്, നമുക്ക് ട്രൈ ചെയ്യാം ഇത്രയും പുളിയായിട്ടുള്ള ഓറഞ്ച് വെച്ചിട്ട്. അപ്പോൾ ദേ ഈ കാണുന്നതാണ് നമ്മുടെ മിലിറ്ററി ഏരിയ ആണ്. ഐ മീൻ ഈ ആവടി സൈഡ് എന്ന് പറയുന്നത് തന്നെ HVF OCFൻ്റെ ഒക്കെ ഏരിയ ആണ്. അപ്പോൾ അവരുടെ ഒരു സോളാർ പാനൽ ഫീൽഡാണ് കേട്ടോ. നമ്മുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെയാണ് ഇത് വരുന്നത്. സോ അവിടുത്തെ എംപ്ലോയീസിൻ്റെ വീടും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു സ്ഥലത്തെ ചെന്നൈയിലെ ഞങ്ങളുടെ വീടിനോട് ചുറ്റുമുള്ള പ്രദേശങ്ങളും ഞങ്ങളുടെ നല്ല നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളും ഇതുപോലെ വീട്ടിൽ എപ്പോഴും സന്തോഷമാണല്ലോ. ഒരു ചെറിയൊരു സാധനമാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ നിന്ന് അത് ഉണ്ടായി നമുക്ക് കിട്ടുക എന്ന് വെച്ചാൽ അത് ഭയങ്കര വലിയൊരു ഫീലാണ്. അപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെയൊക്കെ ചെറിയ സന്തോഷങ്ങൾ ലൈഫിലുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ദേ ഇവിടെ ശരത്ത് നിങ്ങൾ എന്തോ കാണിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. യെസ്, ദേ അവിടെ ഒരു പല്ലി ഇരിപ്പുണ്ട്. ആ പല്ലീനെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ശരത്ത് മാക്സിമം ശ്രമിക്കുന്നത്.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോയിൽ. ഇനിയുള്ള വീഡിയോസിൽ നമുക്കെന്താ മറ്റ് ചില വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. പിന്നെ കുക്കിംഗ് ഞാൻ കൂടുതലായിട്ടും ഷോർട്സിൽ മാത്രമേ ഇടുന്നുള്ളൂ. കുക്കിംഗ് നമുക്ക് വീണാസ് കറി വേൾഡ്, പിന്നെ നമ്മുടെ അങ്ങനെ എന്തോരം ചാനലുണ്ടല്ലേ. അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ദേ കണ്ടോ, റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് നോക്കി ആ പല്ലിനെ കാണാൻ പറ്റും. ഇതിനെ കാണിക്കാനായിരുന്നു ശരത് ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. ബൈ.